എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. സോ വെൽക്കം ടു അവർ ഡേ ഇൻ ആർ ലൈഫ് വ്ളോഗ്. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. ഇന്ന് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് നമ്മളൊരു മൂവിയൊക്കെ കാണാൻ പോകുന്നുണ്ട്. അപ്പം കാണിച്ചാലും ഇവിടെ അടുത്തുള്ളൊരു സിറ്റി റൈഡ് എന്നാണെന്ന് തോന്നുന്നു പേര്. ഞാൻ പറഞ്ഞായിരുന്നു മുന്നേ ഉള്ളൊരു ഫിഷ് വ്ളോഗിൽ അതിൻ്റെ തൊട്ട് സൈഡിൽ ഇരിക്കുന്ന ഒരു ചെറിയൊരു മോളുണ്ട്. അവിടെയാണ് നമ്മുടെ മലയാളം സിനിമകളൊക്കെ കൂടുതലും വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാന്താര മലയാളം ഡബ് ഉണ്ടായിരുന്നില്ല. തെലുങ്കും ഹിന്ദിയും കന്നഡയായിരുന്നു ഉണ്ടായിരുന്നത്. മലയാളം മാത്രമേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു മൂവി കാണാൻ പോകുന്നുണ്ട്. നമ്മുടെ ഷോ അതിൻ്റെ 10:30-ക്കാണ്. ഇപ്പം സമയം 8:30 മണിയായിട്ടുണ്ട്. അപ്പോൾ തനിക്കുട്ടീൻ്റെ ഡേ കെയർ ടൈം വന്നിട്ട് 10:30-ആണ്. അപ്പം 10:30-ക്ക് മുന്നേ അവളെ കൊണ്ടാക്കണം. അപ്പം ഇന്നലെ ഓൾറെഡി മെഡിസിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1/2 മണിക്കൂർ മുന്നേ കൊണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ തനിക്കുട്ടീനെ ആക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. പിന്നെന്താ, ഇന്നിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങളെ കൂട്ടാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ തനിക്കുട്ടിക്ക് വേണ്ടി ഇപ്പം മമ്മം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം മമ്മം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ ഓടി വരും. മമ്മം എന്ത്? ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കുമായിരുന്നു. ഇന്ന് പെട്ടെന്നുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇന്ന് പാൻ കേക്കാണ്. ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. എടുക്കാം. അപ്പോൾ തനിക്കുട്ടിക്ക് മമ്മം കൊടുക്കാം. മമ്മം വേണ്ടേ? മമ്മം വേണോ? മമ്മം വേണോ? അനു എങ്ങനെയുണ്ട് മമ്മം? കൊള്ളാമോ? അയ്യോ വേണ്ട. പാൻ കേക്ക് മടുത്തു തുടങ്ങി തൻവിക്കുട്ടിക്ക്. എന്താടി കഴിക്കടാ, കഴിക്ക് മമ്മം കഴിക്കേ. അയ്യോ സ്കൂളിൽ പോണ്ടേ? വേഗം കഴിക്കും മമ്മം. എല്ലാം പകുതി കടിച്ചിടുന്നു തനിക്കുട്ടി അല്ലേ? തനിക്കുട്ടിക്ക് ഇഷ്ടമായില്ല. തനിക്കുട്ടിക്ക് ഇഷ്ടമായില്ലേ മമ്മം? ചിച്ചി മമ്മയാണോ? എല്ലാം കടിച്ചിടുന്നു. വേണ്ടേ? പെട്ടെന്ന് കഴിക്കുക തൻവി. അയ്യോ ഇന്ന് ഇതേ ഉള്ളൂ, ഇന്ന് വേറെ ഒന്നുമില്ല. ഇത് കഴിച്ചേ പറ്റുള്ളൂ. യോഗട്ട് വേണോ? 10 മണിയാകുമ്പോൾ ശ്രീ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദൈവമേ, ഇപ്പം തന്നെ സമയം 8:40 ആയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം തന്നെ പോയി റെഡി ആവട്ടെ. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight, gotta flip it and grip it and go and get an x-ray. What's wrong with me? I just feel weight pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk, see, hear, I should celebrate. Think I could change my mind, maybe elevate. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days. Cause all I want, and I pray, I believe in the better days. I'm kinda stuck between a rock and a hard place. Do I work hard or live at my pace? You're only young once, yeah that's all great, but I also want a future where I'm okay. Living life is doing lots of cocaine. Wait no, it's living with no shame. Wait no, it's sleeping in on Sundays. I guess it's different for each of us and that's okay. Well I just wanna be happy, how to get there? Glad that you asked me. I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days. Cause all I want, and I pray, I believe in the better days. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days. Cause all I want, and I pray, I believe in the better days. മനസ്സൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. എന്ത് മൊമെന്റ്സ്? എല്ലാം ഞാൻ മുടി ചീകാത്ത മൊമെന്റ്സ്. നിന്റെ ആ പൊടിയൊന്നും വർക്കൗട്ട് ആവുന്നില്ല.
വർക്കൗട്ട് ആണല്ലേ. എനിക്ക് ഡാൻഡ്രഫ് കൂടിയതാ പൊടി ഇട്ടിട്ടാണോ എനിക്ക് രണ്ട് ദിവസം ഉപയോഗിച്ചപ്പോ ഡാൻഡ്രഫ്. പക്ഷെ അത് ഒരുപാട് ഹോൾഡ് ഒന്നും വാക്സിന്റെ അത്ര ഹോൾഡ് ഒന്നും ഇല്ല. വാക്സ് ഒക്കെ ഞാൻ ഇട്ട് എനിക്ക് 2 ദിവസം വരെ കുളിച്ചില്ല, ഹോൾഡ് കാണും. 2 ദിവസം കുളിക്കാറില്ലേ? തല കുളിച്ചില്ലെങ്കിൽ എന്നെ കളിയാക്കാറുണ്ടല്ലോ. തല കുളിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞ തല കുളിക്കാതെ. ഇന്ന് രാവിലെ ഞാൻ ഇട്ടാ നാളെ രാവിലെ എണീക്കുമ്പോ വരെ അപ്പൊ അത് മുടിക്ക് കേടല്ലേ? വാഷിംഗ് പോകുന്നുണ്ടല്ലോ. ഞാൻ കൊച്ചിലോട്ട് അതിൽ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. അതാണ് മുടിയില്ലാത്തത്. എടാ യുവിന്റെ ഹെയറിന്റെ ടെക്സ്ചറും ഒരു ഇതൊക്കെ വെച്ചിട്ട് അത്ര നല്ല ബ്രാൻഡ് ഒന്നും അല്ല. എന്നാ കുറച്ച് ഹൈഫൈ ആയിട്ടുള്ള ബ്രാൻഡ് മേടിക്കും. നൈക്കയിലുണ്ടാവും. ഞാൻ മറ്റേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോ ഫസ്റ്റ് വാങ്ങിച്ചില്ല ഒരു ബ്രാൻഡ്, ഒരു ജർമ്മൻ ബ്രാൻഡ്, സ്കോച്ച് പേരുള്ള സാധനം. അവരുടെ ഹെയർ ജെല്ലുണ്ട്, ഹെയർ വാഷ് ഉണ്ട്. കൊള്ളാവോ? ഇതെവിടെ ഉണ്ടാവും? ഇവിടെ ആമസോൺ അല്ലെ നൈക്കൊന്നും. ആമസോണിൽ ചിലപ്പോ ഫേക്ക് ആയിരുന്നു സാധ്യത. കാരണം നൈക്കിന്ന് എനിക്കൊരു സാധനം കൂടെ വേണം. എന്തോന്ന്? മേക്കപ്പ് സ്പ്രേ അല്ലല്ലോ, സെറ്റിംഗ് സ്പ്രേ വേണം. അതെങ്ങനെ അറിയാം? മേഘ വാങ്ങിച്ചെന്ന് ഇടാൻ പോയപ്പോ നൈക്കിന്റെ ബോക്സുകൾ അല്ലാതെ വേറെ ആര് വാങ്ങിക്കാൻ? അപ്പുറത്തുള്ള ആക്കിയ. ഓക്കെ, അപ്പൊ നമ്മളിത് സിനിമ കാണാനായിട്ട് പോവാണ്. 10:30ക്കുള്ള ഷോ ആണ്. അങ്ങനെ കറക്റ്റ് ടൈമിംഗ് ആണ്. ഇതാണ് നമ്മുടെ ഫോക്കസ് ആവുന്നില്ലല്ലോ. അതല്ല തിയേറ്റർ, പിന്നെ ഫീനിക്സ് മാർക്കറ്റ് സിറ്റി ആണെന്ന്. ഫീനിക്സ് ഫീനിക്സ് മാർക്കറ്റ് സിറ്റി ആയതുകൊണ്ടല്ലേ ഞാൻ ഇത്ര നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ആണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് മതിയല്ലോ എത്താൻ. ഫീനിക്സ് മോളിന്റെ അകത്ത് അല്ലേ ഞാൻ പറയാം. നമുക്ക് പാർക്കിങ്ങിൽ ഇടണം, എന്നിട്ട് നടന്ന് മേളിൽ വരെ കയറണമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. അതിന്റെ ടൈമിംഗ് ആണ് ഞാൻ നോക്കി വെച്ചേക്കണത്. പിന്നെ ഇവിടെ വരാനാണെങ്കിൽ നമ്മൾ എന്തിന് 10:15 നമ്മൾ കൊണ്ടാക്കിയാലും പോലും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തൂല ഇവിടെ. ഇവിടെ സിനിമ ഇറങ്ങിയില്ലേ? ഇവിടെ ഈ സിനിമ ഇല്ലേ? ഇല്ല. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമ ഏതാണ്? അപർണ ഹോളിവുഡ്. മെസ്സേജ് എനിക്കൊരു ഹിപ്പ് ബെൽറ്റ് വേണം ചോദിക്കാൻ. അയ്യോ, ഞാൻ ഇവിടെയാണ് വിചാരിച്ചാണ് ഇരുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ വിചാരങ്ങളെല്ലാം തെറ്റാണെന്നുള്ള കാര്യം. അപ്പൊ ഇവിടെ എന്താ സിനിമ ഇറങ്ങാത്തെ? ഇവിടെ എല്ലാം മലയാള സിനിമ. ഇവിടെ നിന്ന് ഇറങ്ങി റൈറ്റിലോട്ട് തിരിഞ്ഞ് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് പോകുമ്പോ ഇവിടെ ഒരു ഓഫീസ് ഉണ്ട്. അവിടെ ചെന്ന് അങ്ങേരും ചോദിച്ചോ എന്ത് സിനിമ ഇറക്കാത്ത. മൂഷേട്ടെ, ഇതാണ് മൂഷേട്ട. ഇങ്ങനെ ഒരു മൂഷേട്ടനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതാണ് മണ്ടൂസ്. ഇങ്ങനെ ഒരു മണ്ടൂസിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അബ്യൂസ് ഗൈസ്, ഫിസിക്കൽ അബ്യൂസ്. ഐ വോണ്ട് ടു ഫയൽ എ കേസ്. മണ്ടൂസ് ആയതുകൊണ്ടല്ലേ മണ്ടൂസ് എന്ന് വിളിച്ചത്. അപ്പൊ യു ആയി പ്രഭുവാണ്. യെസ്, ഞാൻ പ്രഭൂസ്. പ്രഭുവിന്റെ ഹേ പ്രഭു, ഹേ ഹരിരാം കൃഷ്ണൻ ജഗന്നാഥ് പ്രേമാനന്ദ്. പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പോയി കേട്ടാ, പോയി. അതെ, നോക്ക് ഫ്രണ്ടിൽ വണ്ടികളാക്കി എന്തോന്നല്ലേ ഇവിടെ. എല്ലാരും കറക്റ്റ് ആയിട്ടാണ്. ഈ കട കണ്ട പ്രോപ്പർട്ടി.com കാണിച്ചോട്. ഇവിടെ നിന്നാണ് നമ്മൾ ഫ്ലാറ്റ് റെന്റിൽ എടുത്തത്. ശരിക്കും ഞാൻ കാണിച്ച ബ്രോക്കർ ഈ ബ്രോക്കറിന് സബ് കോൺട്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഫ്ലാറ്റ് റെന്റിന് മേടിച്ചു തന്നത്. അപ്പൊ ഞാൻ കൊടുത്ത ബ്രോക്കറേജ് അതുകൊണ്ടാണ് കുറയാത്തത് എന്നാണ് അവര് പറയുന്നത്. കാരണം ആ ബ്രോക്കറിനും ഒന്നും കിട്ടൂല എന്നും പറഞ്ഞാണ് എന്റെ മൊത്തം ബ്രോക്കറേജും വാങ്ങിച്ചത്. എത്ര ബ്രോക്കറേജ് ആണ് മേടിച്ചത്? ഒരു മാസത്തെ റെന്റ് 32,000 രൂപ. പക്ഷേ ഇവന്റെ ഓഫീസിലുള്ള കുറച്ച് പേര് പറഞ്ഞ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാരും പറഞ്ഞ് മിക്കവരും വാങ്ങിക്കും. നമ്മൾ എത്ര നെഗോഷിയേറ്റ് ചെയ്താലും അവർ സമ്മതിക്കൂല. ഇവിടെ പൂനെയിലുള്ള ഒരു ഇതാണ് ബ്രോക്കറേജ്, അവര് ഒട്ടും കുറച്ച് തരൂല എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ നമ്മുടെ ബ്രോക്കറായിട്ട് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞ് പുള്ളിയുടെ സ്വന്തം കയ്യിലുള്ള ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ പുള്ളി ഒരു 5,000 രൂപയോളം കുറച്ച് തരായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ 2 ബ്രോക്കർ ത്രൂ മേടിച്ചുകൊണ്ട് അവർക്ക് കട്ട് പോകുന്നതുകൊണ്ട് അതിൽ നിന്നും കുറച്ചാൽ നമുക്കൊന്നും കിട്ടൂല എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. അവരുടെ ഫുൾ ബ്രോക്കറേജും കൊടുക്കേണ്ടി വന്നു. നമ്മൾ ആദ്യം നോക്കിയ പക്ഷെ ബ്രോക്കറിന്റെ അയാളുടെ ഫ്ലാറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലേ? ഇല്ല, അയാള് 50,000 റേഞ്ചുള്ള ഫ്ലാറ്റുകളാണ്, 40+. അത് വിമാൻ നഗറിലുള്ള ഫ്ലാറ്റുകൾ. അതിനെല്ലാം 40,000+ ആണ് റെന്റ്. 40,000+.
ഇത് 50,000 അടുപ്പിച്ച്. പൂനെയില് ഇപ്പോ നല്ല റെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ചില സ്ഥലങ്ങളുണ്ടല്ലേ റെന്റ് കുറവുള്ള. പിമ്പരി ചിഞ്ചവാഡിലാണ് കുറവില്ല. ഇത് മെയിൻ സിറ്റി ഏരിയ ആയതുകൊണ്ടാണ് ഇത്ര റെന്റ്. ഹരാഡി എന്ന് പറയുന്ന IT പാർക്ക് നീ കണ്ടില്ല, അവിടെ നമ്മളെ തനുവിന്റെ ഡേ കെയറിന്റെ അവിടെ ഫുള്ള് IT പാർക്കാണ്. അതുകൊണ്ടാണ് ഈ ഏരിയയിൽ ഇത്രയും റെന്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല റെന്റ് ഉണ്ട് ഗൈസ്. അല്ലെ ഗുരുഗ്രാമില് പക്ഷെ ബ്രോക്കറേജ് നമുക്ക് നല്ലപോലെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഗുരുഗ്രാമിൽ ഒന്നാമതേ ബ്രോക്കറേജ് 1 month റെന്റിന്റെ ഹാഫേ ഉള്ളൂ. അതും ഞാൻ നെഗോഷിയേറ്റ് ചെയ്താണ് കൊടുത്തത്. പക്ഷെ ഇവിടെ ഒട്ടും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഗുരുഗ്രാമിൽ അവര് ഹാഫ് നമ്മുടെ നിന്നും ഹാഫ് ഓണറുടെ നിന്നാണ് മേടിക്കുന്നത് ഒരു മാസത്തെ റെന്റിന്റെ. ഇവിടെ അവർ പറയുന്നത് ഓണറൊന്നും തരൂല, അതുകൊണ്ട് നമ്മൾ തന്നെ ഫുള്ള് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ നിന്ന് മേടിക്കും. പക്ഷെ അവർ ഓണറിനെ നിന്ന് മേടിക്കുന്നുണ്ടോ? എല്ലാ ഉടായ്പന്മാരാണ്. ആ തുറന്ന കള്ളം മാത്രം പറയാൻ അറിയുന്നുള്ള ആൾക്കാർ. പിന്നെ അതാണ് അവരുടെ കച്ചവടം. ദാറ്റ് ഈസ് ദെയർ ബിസിനസ്. പിന്നെ ഇന്നലെ ഞാൻ മറ്റേ ഹരീഷിന്റെ കൂടെ അല്ലേ തിരിച്ചു വന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പുള്ളി ഇവിടെ നിന്നാണ്, നോയിഡയിൽ നിന്നാണ്. പുള്ളി ഇവിടുത്തുകാരനല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇവിടെ വന്ന്. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ഗുരുഗ്രാമാണോ ഇവിടെയാണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ഗുരുഗ്രാമില് എന്തോന്ന് ഈ ആൾക്കാര് നമുക്ക് ഭയങ്കര ഇൻക്ലൂസീവ് ആയിട്ട് തോന്നി. അവര് നമ്മളിപ്പം ഹിന്ദി അത്ര അറിഞ്ഞൂടെങ്കിൽ പോലും നമ്മുടെ അടുത്ത് സംസാരിക്കാൻ അവർ റെഡിയാണ്. ഇവിടുത്തെ ആൾക്കാർ ആദ്യം തുടങ്ങുന്ന മറാഠിയിലാണ്. മറാഠി സംസാരിച്ചില്ലെങ്കിൽ തന്നെ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ ഹിന്ദി ട്രൈ ചെയ്ത് നോക്കും. ഹിന്ദി നമ്മൾ ബ്രോക്കൺ ആയിട്ടാണ് പറയുന്നതെങ്കിൽ പിന്നെ അവർ സംസാരിക്കത്തേ ആയിട്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷേ ഗുരുഗ്രാമിലാണെങ്കിൽ നമ്മളെ ഹിന്ദി ബ്രോക്കൺ ആണെങ്കിലും അവർ എഫേർട്ട് ഇട്ട് ഇംഗ്ലീഷ് എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ അടുത്ത് സംസാരിക്കും. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് എനിക്ക് മനസ്സിലായത് ഗുരുഗ്രാമില്. അതാണല്ലോ എന്റെ ഫ്രണ്ട്സ്. എന്റെ ഫ്രണ്ട് അങ്ങനെയായിരുന്നില്ലേ? നിന്റെ ഫ്രണ്ടും അതെ. എനിക്ക് ഓഫീസിലും അങ്ങനത്തെ ഒരു ഫീലാണ് കിട്ടിയിട്ടുള്ളത്. ഓഫീസിലെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴേ അങ്ങനെ ഒരിക്കലും എന്നെ അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ആയിട്ട് അവരെപ്പോഴും സംസാരിക്കത്തുള്ളൂ. നമുക്ക് ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും അവർ സംസാരിക്കും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്തോന്ന് നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിൽ പോലും നമുക്ക് പാടത്ത് വേണമെങ്കിലും സംസാരിക്കാമല്ലോ. നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളവർ നമ്മൾ സംസാരിക്കുമല്ലോ. ഗുരുഗ്രാമിൽ താഴെ പോയ ആരെ കണ്ടാലും സംസാരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറയുന്ന ആരും നമ്മൾ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു പുള്ളിക്കും ആ സെയിം ഫീലിംഗ് ആയിരുന്നു UP നിന്ന് വന്നപ്പോൾ. അപ്പം നമുക്ക് മാത്രമല്ല അങ്ങനെ തോന്നുന്നത്. ഇവിടെ പൊതുവെ ആൾക്കാർ അങ്ങനെ ആണെന്നാണ് പുള്ളിയും പറഞ്ഞത്. പുള്ളിക്ക് തന്നെ 3 വർഷം എടുത്തെന്നാണ് പറയുന്നത്. കുറേ ഫ്രണ്ട്സ് ഇപ്പോഴാണ് പുള്ളി കുറച്ചും കൂടെ ഒന്ന് കംഫർട്ടബിൾ ആയിരുന്നു 3 yearsന് ശേഷം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. മേ ബി ഇവിടുത്തെ ലോക്കൽ ആൾക്കാരായതുകൊണ്ടായിരിക്കും. എല്ലാവരും യൂഷ്വലി ലോക്കൽസ് ആയതുകൊണ്ട് അതുകൊണ്ടാവാനാണ് സാധ്യത എന്ന് തോന്നുന്നു. ഇവിടെ അത്ര മിക്സ്ഡ് കൾച്ചേർഡ് അല്ല. ഒരുപാട് നാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് താമസിക്കുന്നത് ഉണ്ടാവും. പക്ഷേ ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു സർട്ടൻ ഏരിയാസ്. ഇപ്പം നീ പറഞ്ഞ പോലെ മലയാളീസ് കൂടുതൽ താമസിക്കുന്നത് പിമ്പരി ചിഞ്ചവാഡ് ഏരിയയിലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷെ എനിക്ക് പിമ്പരി ചിഞ്ചവാഡിൽ നിന്ന് ഓഫീസ് വരണമെങ്കിൽ എല്ലാ ദിവസവും 1 മണിക്കൂറോളം യാത്ര ചെയ്ത് വരേണ്ടി വരും. 1 മണിക്കൂർ കൂടുതൽ എടുക്കും യാത്ര ചെയ്ത്. മെട്രോയിലാണെങ്കിലും 1 hour എടുക്കുമെന്നാണ് പറയുന്നത്. കാരണം അത്രയും ദൂരം കവർ ചെയ്ത് വരണ്ടേ. കണ്ടില്ല എത്ര ദൂരം ഉണ്ടോ. പിന്നെ ട്രാഫിക്കും കൂടെ കിട്ടിയാൽ അതിൽ കൂടുതൽ സമയം എടുക്കും. പക്ഷെ അങ്ങനെ ആൾക്കാർ വരാതെ ഒന്നും ഇരിക്കുന്നില്ല. വരുന്നൊക്കെയാണ്. എൻ്റെ ഓഫീസിൽ ഒരു പയ്യൻ PCMC എന്നാണ് വരുന്നത് മെട്രോയിൽ. തിരിച്ച് ഗുരുഗ്രാമിൽ പോവാൻ താല്പര്യമുണ്ടായിരുന്നു. ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തിരിച്ച് ഗുരുഗ്രാമിൽ പോയാൽ താല്പര്യമുണ്ട്. കാരണം എനിക്ക് അവിടെ ആ ചുരുക്കം നമ്മൾ നിന്ന 11 മാസത്തിൽ തന്നെ എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ആ 11 monthsന്റെ അകത്ത് തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രണ്ട്. പിന്നെ നമുക്ക് സോനയുടെ ഫാമിലി ഉണ്ട് അവിടെ, സനിലയുടെ ഫാമിലി ഉണ്ട്. അപ്പം ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഓൾറെഡി ഉണ്ട്. വിത്തിൻ 11 months ഉണ്ടായ ഫ്രണ്ട് സർക്കിളാണ് അവിടെ. നമ്മൾ ട്രിപ്പ് പോകാനാണെങ്കിലും എല്ലാത്തിനും ഹാപ്പിനെസ് ആണ്. മീൻസ് അവിടെ എല്ലാവരും ഹാപ്പിയാണ്. ആരും അങ്ങനെ ഇവിടെ എന്ന് പറയുന്ന എല്ലാവരും അവരുടെ കൂട്ടിൻ്റെ അകത്താണ്. എല്ലാവരും അവരുടെ സൈലോസിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ അകത്ത് മാത്രമേ അവരുടെ സന്തോഷമുള്ളൂ. അവരത് വെളിയിലോട്ട് എക്സ്പ്രസ് ചെയ്യില്ല. ഗുരുഗ്രാമിലെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമുണ്ട്, അവർ നാട്ടുകാരെ മൊത്തം സന്തോഷിപ്പിക്കും. അങ്ങനത്തെ ഒരു ആൾക്കാരാണ്. ഇപ്പോൾ അതാണ് സെലിബ്രേഷൻ്റെ ഇതും വരുന്നത്. അവരുടെ സന്തോഷം അവർ പങ്കിടുന്നത് അങ്ങനെയാണ്. ആ ഒരു റേഞ്ചിലുണ്ട്. നമ്മൾ ഗുരുഗ്രാമിൽ ഫ്ലാറ്റിലെ ദുർഗാപൂജയുടെ സെലിബ്രേഷൻ കണ്ടില്ലേ? ഇവിടെ നടന്ന സെലിബ്രേഷൻ എന്താണ്? ഒരു 7-8 പേര് കൂട്ടം ചേർന്ന് 2 പാട്ടും പാടി പോയി. അത്ര ഉള്ളൂ. നമ്മളവിടെ മറ്റേ ഇത് എന്തോന്ന് അവിടെ മറ്റേ ഫ്ലീ മാർക്കറ്റ് വന്നപ്പോൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മൾ കണ്ടത് ഒരു 10 പേരാണ് അവിടെ നിൽക്കാൻ കണ്ടത്. ഇത്രയും വലിയ സൊസൈറ്റിയുടെ അകത്തുനിന്ന്. ആകെപ്പാടെ കുറച്ച് 2-3 പിള്ളേരുണ്ടായിരുന്നു. അല്ലാതെ ആരും ഇല്ലായിരുന്നു.
ആരും ഇവിടെ പുറത്തിറങ്ങാറില്ല, എല്ലാവരും അവരുടെ വീടുകളുടെ അകത്താണ് ചുരുങ്ങിക്കൂടി. അതുകൊണ്ട് ആസ് എ പ്ലേ ഫോർ ദ പീപ്പിൾ. കോളേജിൽ ഇവിടെ ഒത്തിരി കോളേജ് പഠിക്കുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് പിള്ളേർ കോളേജിൽ പഠിക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഓൾറെഡി കോളേജ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ എൻജോയ് ചെയ്യാനായിട്ട്. നമ്മളെ പോലെ വെളിയിൽ നിന്ന് വന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ഫ്രണ്ട് സർക്കിൾ കിട്ടാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. കോളേജ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആണ്, നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല, നമുക്ക് എന്തായാലും ഫ്രണ്ട്സിനെ കിട്ടും. സ്റ്റുഡൻസിനൊക്കെ പറ്റിയ സ്ഥലമാണ്, മീൻസ് നല്ല ക്ലീൻ എയറും ഒരുപാട് നല്ല അടുത്ത് പോകാൻ സ്ഥലങ്ങളും, ഒരുപാട് അധികം ഗുരുഗ്രാമിന്റെ അത്ര കോസ്റ്റ് ഓഫ് ലിവിങ് ഒന്നും ഇല്ല. ഇപ്പൊ നമുക്ക് പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കാനൊന്നും, ഗുരുഗ്രാമിൽ നമ്മൾ പുറത്തുനിന്ന് പോയി ഫുഡ് കഴിച്ചാൽ മിനിമം 1500 രൂപ മിനിമം, ഒരു അത്യാവശ്യം നല്ല സ്ഥലത്ത് നിന്ന് കഴിക്കാനാണെങ്കിൽ. അവിടെയാണെങ്കിൽ മീഡിയം ലെവൽ സ്ഥലങ്ങളില്ല ഗുരുഗ്രാമിൽ. ഒന്നീ ഹൈഫൈ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ലോ ലെവലാണ്. മീഡിയം ലെവൽ സ്ഥലങ്ങൾ ആകെ ഉള്ളത് ഹെൽദിറാംസും പിന്നെ മോളുടെ അകത്തുള്ള ഓരോ സ്ഥലങ്ങളൊക്കെയാണ്. അതിനാണെങ്കിൽ വലിയ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്ര ടേസ്റ്റ് ഒന്നുമല്ല, എല്ലാ ദിവസവും ഒരേ കൺസിസ്റ്റന്റ് ടേസ്റ്റാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറെ മീഡിയം ലെവൽ ഓപ്ഷൻസ് ഉണ്ട്, ഇഷ്ടംപോലെ ചെറിയ ചെറിയ ഹോട്ടൽസ് ഇല്ലേ. കോളേജസ് അടിപൊളിയാണ്, മീൻസ് കോളേജ് വരുന്ന ക്രൗഡ് അടിപൊളിയാണ്, കോളേജ് സ്റ്റുഡൻസിന് പറ്റിയ സ്ഥലമാണ്. പക്ഷെ എനിക്കൊന്ന് സമയം എടുക്കുമായിരിക്കും എല്ലാവരുമായിട്ട് ജെല്ലായിട്ടൊക്കെ വരാനായിട്ട്. പക്ഷെ ഗുരുഗ്രാമിൽ നമുക്ക് സമയം എടുത്തില്ല, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ടെൻഷൻ. ഗുരുഗ്രാമിൽ നമ്മൾ ചെന്ന് ഒരു വിത്തിൻ 10 days തന്നെ നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ അവിടെ ആയി. ഞാൻ ഓഫീസിൽ പോയി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് വലിയൊരു ഫ്രണ്ട് സർക്കിൾ അവിടെ കിട്ടി. പിന്നെ നമ്മൾ കറങ്ങാൻ പോകുന്നുണ്ടായിരുന്നു, വൈകിട്ട് ഈവനിങ്സ് ചില്ല് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. സോ ഗുരുഗ്രാമിൽ തിരിച്ചു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ദ പീപ്പിൾ യെസ്, ബട്ട് ഫോർ ദ പ്ലേസ് നോ. എനിക്ക് അത്ര ഭയങ്കര പൊല്യൂഷനും ട്രാഫിക് ബ്ലോക്കാണ് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. എത്ര മണിക്കൂർ എടുക്കും പറയും ഓഫീസിൽ എത്താൻ? ഒരു തവണ എത്ര മണിക്കൂർ? 3 മണിക്കൂർ 5 മണിക്കൂർ നമ്മൾ ആ വെയിറ്റ് ചെയ്തിരുന്ന ട്രിവാൻഡ്രം ടു കൊച്ചി എത്തായിരുന്നു ആ സമയം കൊണ്ട്. ഞാൻ 17 കിലോമീറ്റർ പോകാൻ വേണ്ടി എനിക്ക് എടുത്തത് 5 മണിക്കൂറാണ്, വെറും 17 കിലോമീറ്റർ പോകാൻ വേണ്ടി. അങ്ങനത്തെ ബ്ലോക്കുകളൊക്കെ അവിടെ വരും. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഗുരുഗ്രാം ഇഷ്ടമല്ല. പിന്നെ ക്ലൈമറ്റ്, എനിക്ക് വിന്റർ ഇഷ്ടമാണ് ഗുരുഗ്രാമില്, പക്ഷെ പൊല്യൂഷൻ ആണ്. ദീപാവലി സമയത്തൊക്കെ കണ്ടില്ല, ഭയങ്കര ടോക്സിക് ആയിപ്പോയി അവിടുത്തെ എയറൊക്കെ. അതൊക്കെ മാത്രം ഒരു പ്രശ്നമാണ്. അവസാനം നമ്മൾ എന്ത് പറഞ്ഞാലും അല്ലേ, നമുക്ക് നമ്മുടെ നാടും റേഷൻ കടയും അമ്പലവും ഒക്കെയാണ് എന്നും മനസ്സിൽ ഇരിക്കുന്നത്. നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, വേറൊരു സ്ഥലത്ത് പോയി ജീവിക്കുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുന്നത് അല്ലേ നന്നായിട്ട്. ചിലർക്ക് ഇതൊന്നും ബാധിക്കില്ല കേട്ടോ, ചിലർക്ക് എവിടെയാണെങ്കിലും അങ്ങ് ജീവിച്ചു പൊക്കോളും. പക്ഷെ നമ്മളെ പോലത്തെ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണല്ലേ. നമ്മുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വേണം നമുക്ക് എപ്പോഴും. നമ്മൾ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്യാനും ഒരു ഫ്രണ്ട് സർക്കിൾ വേണം എന്നുള്ളത് ആഗ്രഹമുണ്ട്. ഇതൊന്നും വരുന്നില്ലല്ലോ അല്ലേ. അങ്ങനെ നമ്മുടെ മോളിലേക്ക് നമ്മൾ എത്താറായിട്ടുണ്ടല്ലോ. ഇവിടുത്തെ നമ്മളെ പൂനെയിലെ ഏറ്റവും വലിയൊരു മോളല്ലേ അല്ലേ? പൂനെയിലെ ഏറ്റവും വലിയ മോൾ എനിക്ക് തോന്നുന്ന മറ്റേ മില്ലേനിയം സിറ്റി, ഫിനിക്സ് മില്ലേനിയം സിറ്റി. വൺ ഓഫ് ദ ഗുഡ് മോൾസ് ഇൻ പൂനെ സിറ്റി. വൺ ഓഫ് ദി ഗുഡ് മോൾസ് ഇൻ പൂനെ സിറ്റി നമുക്ക് പറയാം, ഫിനിക്സ് മോൾ. പക്ഷെ ഇവിടെ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് പെയിന്റിങ് എന്തോ. ഒരു തവണ നമ്മളിവിടെ വന്നു, പക്ഷെ ഭയങ്കര ധൃതിയിൽ വന്നിട്ട് പോയതാണല്ലേ. എനിക്ക് അധികം വീഡിയോസും കാര്യങ്ങളും. ശ്രീ Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight, gotta flip it and grip it and go and get an x-ray. What's wrong with me? I just feel weight pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk, see, hear, I should celebrate. Think I could change my mind, maybe elevate. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days. Cause all I want, and I pray, I believe in the better
a rock in a hard place. Do I work hard or live at my pace? You're only young once, yeah that's all great, but I also want a future where I'm okay. Living life is doing lots of cocaine. Wait no, it's living with no shame. Wait no, it's sleeping in on Sundays. I guess it's different for each of us and that's okay. Well I just wanna be happy, how to get there? Glad that you asked me. I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days. Cause all I want, and I pray, I believe in the better days. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days. Cause all I want, and I pray, I believe in the better days. എങ്ങനെ ഉണ്ടായിരുന്നു ഡ്യൂഡ് സിനിമ? ഇഷ്ടപ്പെട്ടു? പാട്ടൊക്കെ കൊള്ളാം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. ഇപ്പം നമ്മൾ ബ്ലൗസ് മേടിക്കാനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ, അത് മേടിക്കാനായിട്ട് ഒന്നേക്കാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലൗസ് കിട്ടാൻ കുറച്ചധികം സമയം കൊണ്ട് എടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ, കാരണം അവിടെ ഓൾറെഡി ഒരു ക്ലയൻറ്റ് ഉണ്ട്, അവർ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് ചായ കുടിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ട് അതിൻ്റെ തൊട്ട് സൈഡിലാണ് ഒരു ചായക്കട ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോകുന്നതാണ്. നമ്മളിപ്പോൾ ശരിക്കും നിൽക്കുന്നത് വിമാൻ നഗറിലാട്ടോ, മഹാന്ത കോളനി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ്. അന്നേരം സൈഡിൽ ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങിയപ്പോഴാണ് ഒന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു കേരള സ്റ്റോറ് കണ്ടു. അങ്ങനെ എനിക്ക് കുറച്ച് ഓൾറെഡി സാധനങ്ങൾ വേണമായിരുന്നു കേട്ടോ, കാരണം പച്ചരിയൊക്കെ തീർന്നിരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ പച്ചരി, വെളിച്ചെണ്ണ, ചെറുള്ളി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അത്യാവശ്യം നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അതുപോലെ ഒരു ലൈവിൽ ദോശമാവ് ഇഡലിമൊക്കെ അരച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട്. പക്ഷേ മലയാളികളല്ല നടത്തുമെന്ന് തോന്നുന്നു, പുള്ളിക്കാരൻ തമിഴനായിരുന്നു. MK സ്റ്റോർ എന്നാണ് ഈ സ്റ്റോറിൻ്റെ പേര്. ഈ വിമാനനഗറിൽ തന്നെ 2-3 കേരള സ്റ്റോറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ച ശേഷം നേരെ ഈ ബുട്ടിക്കിൽ പോയി ട്രയൽ ചെയ്യാനായിട്ട് ഞാൻ പോകുന്നുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബുട്ടിക്കാണ്, ബട്ട് ഭയങ്കര എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നി. കാരണം അത്രയും ഞാൻ വർക്കൊന്നും പറഞ്ഞിട്ടില്ല, ബട്ട് സിമ്പിൾ വർക്കിനെല്ലാം കൂടെ തന്നെ ഓൾമോസ്റ്റ് 1500 അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ ഒരു ബ്ലൗസിന്. അങ്ങനെ അതൊക്കെ മേടിച്ച് ഇതേ വീട്ടിൽ വന്നിട്ട് എൻ്റെ പാൻറ്റിൽ സ്റ്റെയിൻ ആയിട്ടുണ്ടായിരുന്നു, ഞാൻ സാൻഡ്വിച്ച് കഴിച്ചതിൻ്റെ സ്റ്റെയിൻ, അതൊക്കെ ഇത് പോർ ചെയ്ത് ഫുൾ ക്ലീൻ ചെയ്തിട്ട് നേരെ തന്നെ കുട്ടീനെ വിളിക്കാനായിട്ട് പോവാട്ടോ. പെൺകുട്ടീനെ പോയി വിളിച്ചിട്ട് വരാവേ, സമയമായി. തൻവി ബൈ പറയൂ, സേ ബൈ. ബൈ ഗായ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ ആർ ലൈഫ് അല്ലേ, ഡേ ഇൻ ആർ ലൈഫ് ഇടയ്ക്ക് വെച്ചിട്ട് മറന്നുപോയി വീഡിയോ എടുക്കാനായിട്ട്. തനുവിനെ ഡേക്കറിനൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് അവൾക്ക് സ്നാക്സൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവളോട് സ്പെൻഡ് ചെയ്ത് രാത്രിത്തേക്കുള്ള ഡിന്നറൊക്കെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് നമ്മളിതേ തനുവിനെ കൊണ്ട് ഞാൻ വെളിയിലേക്ക് വന്നേക്കാണ്. അല്ലെങ്കിൽ
TV കാണാനൊക്കെ ആയിട്ട് ഭയങ്കര നിർബന്ധം പിടിക്കും അല്ലേ തനു? അതുകൊണ്ട് നമ്മൾ കളിക്കാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വ്ലോഗുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.